ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു കിസ്മിസ് കിച്ചൺ. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടമുള്ള ഡോണറ്റ്സ് ആണ്. അപ്പോൾ ഇത് തയ്യാറാക്കാനായിട്ട് നമുക്ക് ഒരുപാട് ചേരുവകളുടെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്കിത് ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളിത് തയ്യാറാക്കുന്നത് മോൾഡൊന്നും യൂസ് ചെയ്യാതെയാണ്. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് നല്ല പഞ്ഞി പോലത്തെ ഡോണറ്റ്സ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് കുറച്ച് ഈസ്റ്റ് ഒന്ന് ആക്റ്റീവ് ആകാൻ വയ്ക്കാം. ഞാനിവിടെ 1/2 കപ്പ് ചെറു ചൂടുള്ള പാലെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ചേർക്കാം, 1 ടീസ്പൂൺ ഈസ്റ്റ്. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊരു 5 മിനിറ്റ് സമയത്തേക്കൊന്ന് അടച്ചു വയ്ക്കാം. കണ്ടോ, ഇപ്പോൾ ഈസ്റ്റൊക്കെ നന്നായിട്ട് നുരഞ്ഞു പൊന്തി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് മാവ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ടൊരു ബൗളിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിക്കാം, 2.5 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം, 1/2 ടീസ്പൂൺ ഉപ്പ്, അല്പം ജാതിക്ക പൊടിച്ചത്, 2.5 ടേബിൾ സ്പൂൺ ബട്ടർ. ഇനി ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഈസ്റ്റ് ചേർക്കാം. എന്നിട്ട് വീണ്ടും ഒന്നുകൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇതിലേക്ക് ഇനി 2.25 കപ്പ് മൈദ ചേർത്ത് കൊടുക്കാം. 240 ml കപ്പിലാണ് ഞാനിത് അളന്നെടുത്തിട്ടുള്ളത്. ഇനി ഇത് നല്ല പോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പോൾ ഇത് ഏകദേശം മിക്സ് ആയിട്ടുണ്ട്. ഇനി അല്പം ഓയിൽ ഇതുപോലെ ഒന്ന് തേച്ച് കൊടുത്തിട്ട് നമുക്ക് ഈ മാവ് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കുഴച്ച് കഴിയുമ്പോൾ പിന്നെ അധികം ഒട്ടാത്ത രീതിയിൽ നമുക്കിത് കുഴച്ചെടുക്കാൻ പറ്റും. ഏകദേശം ഒരു 10 മിനിറ്റെങ്കിലും നന്നായിട്ട് ഇതുപോലെ കുഴച്ചെടുക്കണം. അപ്പോഴേ നമുക്ക് ഡോണറ്റ്സും നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു ബൗളിൽ അല്പം ബട്ടർ തൂത്തിട്ട് ഈ മാവ് വെച്ച് കൊടുക്കാം. മാവിൻ്റെ മുകളിലും കൂടി അല്പം ബട്ടർ തൂത്ത് കൊടുക്കാം. ഇനി ഈ മാവ് ഡബിൾ സൈസ് ആകുന്നവരെ ഒന്ന് അടച്ചു വയ്ക്കാം. ഏകദേശം 1.5 മണിക്കൂർ കഴിഞ്ഞപ്പോൾ തന്നെ ഇത് ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കാം. ഇനി മീഡിയം വലിപ്പത്തിൽ ഇത് മുറിച്ചെടുക്കാം. ഇനി ഒരെണ്ണം എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ചെയ്തെടുക്കാം. എന്നിട്ടിത് ഉരുട്ടിയെടുക്കണം. ഇനി ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു വിരലിൽ അല്പം എണ്ണ തടവിയിട്ട് ഇതുപോലെ ഒരു ഹോൾ ഇട്ട് കൊടുക്കാം. പിന്നെ ഈ രീതിയിലൊന്ന് ഷേപ്പ് ചെയ്തെടുത്താൽ മതി. ഈ ഹോള് കുറച്ച് വലുതാക്കി തന്നെ എടുക്കണം. കണ്ടോ, ഇപ്പോൾ ഇത് ഡോണറ്റിൻ്റെ ഷേപ്പിൽ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു ബട്ടർ പേപ്പറിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി തയ്യാറാക്കിയെടുക്കാം. ഇനി ഒരു 1/2 മണിക്കൂർ സമയം നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. കണ്ടോ, 1/2 മണിക്കൂർ സമയം കഴിഞ്ഞപ്പം ഇത് കുറച്ചുകൂടി വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഡോണറ്റ്സ് വറുത്തെടുക്കാം. ഇപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. ഞാനിത് മീഡിയം ഫ്ലെയിമിനും ലോ ഫ്ലെയിമിനും ഇടയിലായിട്ടാണ് വെച്ചിട്ടുള്ളത്. ഇതിലേക്കിനി ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് തിരിച്ചും മറിച്ചും ഇട്ട് വറുത്തെടുക്കാം. തീ കൂട്ടി വെക്കരുത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇടുമ്പോൾ തന്നെ ഇതിൻ്റെ കളറ് മാറി വരും. ചെറു തീയിൽ വേണം നമ്മൾ എപ്പോഴും ഈ ഡോണറ്റ്സ് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ, ഇപ്പോൾ ഇതിൻ്റെ കളറ് മാറി വന്നിട്ടുണ്ട്. ഇതുപോലൊരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും നമുക്കിത് കോരിയെടുക്കാം. ഇതുപോലെ തന്നെ ബാക്കിയുള്ളതും കൂടി വറുത്തെടുക്കാം. ഇപ്പോൾ ഡോണറ്റ്സ് മുഴുവനും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഡോണറ്റ്സ് ഡിപ്പ് ചെയ്യുന്നതിനുള്ളൊരു ഗ്ലേസ് തയ്യാറാക്കിയെടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് 1 കപ്പ് പൊടിച്ച പഞ്ചസാര ചേർക്കാം,
2 ടേബിൾ സ്പൂൺ ബട്ടർ ചേർക്കാം. 4 ടേബിൾ സ്പൂൺ ചെറു ചൂടുള്ള പാല് ചേർക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് ഇനി 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടി ചേർത്തിട്ട് ഒന്നുകൂടി ഒന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഗ്ലേസ് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ല തിക്കായിട്ടുള്ള ഗ്ലേസ് ആണ് വേണ്ടതെങ്കിൽ പാലിൻ്റെ അളവൊന്ന് കുറച്ചാൽ മതി. ഇനി ഇതിലേക്ക് ഡോണറ്റ്സ് ഓരോന്നായിട്ട് ഡിപ്പ് ചെയ്തെടുക്കാം. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റും. ഏകദേശം ഒരു 3/4 മണിക്കൂർ കഴിയുമ്പോൾ തന്നെ ഈ കോട്ടിംഗ് ഒക്കെ ഡ്രൈ ആയി കിട്ടും. അങ്ങനെ നമ്മുടെ ഗ്ലേസ്ഡ് ഡോണറ്റ്സ് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് കാണുമ്പോൾ തന്നെ അറിയാം നല്ല പഞ്ഞി പോലത്തെ ഡോണറ്റ്സ് ആണ്. ഒരുപാട് ചേരുവകളൊന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ വെച്ച് തന്നെ നമുക്കിത് തയ്യാറാക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കമൻസിലൂടെയൊക്കെ അറിയിക്കണം. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ നമുക്കിനി മറ്റൊരു റെസിപ്പിയുമായി കാണുന്നവരേക്കും നന്ദി.